വെരിക്കോസ് വെയിനിന്റെ വേദനയിൽ നിന്നും രക്ഷപ്പെടാൻ സർക്കാർ ആശുപത്രിയിലെത്തിയ വയനാട്ടിലെ ഹാഷിമിന് നഷ്ടമായത് തന്റെ വലതുകാലിന്റെ ചലനശേഷിയും ഉറപ്പായ സർക്കാർ ജോലിയുമാണ്. 2023 വയനാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നടത്തിയ ശസ്ത്രക്രിയയിലാണ് ഹാഷിമിന്റെ ഭാവി ജീവിതം ഇരുട്ടായി പോയത്. 2023 ഫെബ്രുവരിയിൽ വയനാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ വെരിക്കോസ് വെയിനുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ നടത്തുന്നത്. അവിടുന്ന് സർജറി ചെയ്തപ്പോൾ കാലിലേക്കുള്ള ഹാർട്ടിൽ നിന്ന് വരുന്ന മെയിൻ രക്തക്കോയിൽ അറിയാതെ ഡോക്ടർമാരുടെ പിഴവ് സംഭവിച്ച് കട്ട് ചെയ്തു പോവുകയും പിന്നെ കാലിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ പൂർണ്ണമായി നിറച്ചു പോയി. അതറിയാതെ 10-27 മണിക്കൂർ അവിടെ മാനന്തവാടി മെഡിക്കൽ കോളേജിൽ തന്നെ ചെയ്തു. അതിന് ശേഷമാണ് അവർക്ക് അബദ്ധം തിരിച്ചറിഞ്ഞത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലേക്ക് തന്നെ റെഫർ ചെയ്ത് അവിടെ എത്തുമ്പോഴത്തേക്കും എൻ്റെ കാലിൻ്റെ ചികിത്സിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് വൈകിപ്പോയായിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ഡോക്ടർമാരുടെ പിഴവ് കണ്ടെത്തിയെങ്കിലും ഹാഷിമിന്റെ ജീവിതം കടുത്ത പ്രതിസന്ധിയിലായി. കാലിന് ചലനശേഷിയില്ലാതായതോടെ ഡ്രൈവർ ജോലിക്കുള്ള അവസരം നഷ്ടപ്പെട്ടു. വയറിംഗ് വർക്കാണെന്ന് പറഞ്ഞല്ലോ, ഇലക്ട്രിക്കൽ പ്ലംബിംഗ് വർക്ക്. അതിനെനിക്ക് നല്ല വരുമാനം ഉണ്ടായിരുന്നു. അതിലാണ് 12 സെൻറ്റ് സ്ഥലം വാങ്ങിച്ചു, ഈ വീട് പണിതു. ഈ വീടിൻ്റെ പകുതി പണിയിലാണ് ഇത് സംഭവിക്കുന്നത്. അതിനുശേഷം ഒരു 100 പോലും ഈ വീടിന് മുടക്കാനും പറ്റിയില്ല. 10-12 ലക്ഷം രൂപ കാലിൻ്റെ ചികിത്സക്കായി. ഇപ്പം വീട് പണി പൂർത്തിയാക്കാനുള്ള പൈസ ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ, അതും ഈ കാലിന് ചിലവായി. 6 മാസത്തിലൊരിക്കൽ കൃത്രിമക്കാൽ മാറ്റിവെക്കണം. മക്കളുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകണം. എത്ര നാൾ കടം വാങ്ങി ജീവിക്കും? മക്കളെ പഠിത്തം കാര്യങ്ങളെല്ലാം എൻ്റെ കൂട്ടുകാരന്മാരും ഒക്കെ എന്നെ തന്നിട്ടാണ് ആശ്രയിച്ച് പോകുന്നത്. എനിക്ക് 100 രൂപ പണിയെടുത്തിട്ട് എൻ്റെ കുടുംബം പറ്റാൻ പറ്റുന്നില്ല. എത്ര നാൾ ഈ രീതിയിലേക്ക് മറ്റുള്ളവരെ മുമ്പിൽ കൈനീട്ടി വാങ്ങിച്ച് ഇതാക്കാൻ പോകുന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കൊരു ജോലി കിട്ടിയേ പറ്റുള്ളൂ.